എൻ സുരേഷ് ബാബു CPM പാലക്കാട് ജില്ലാ സെക്രട്ടറിയായി തുടരും. രണ്ടാം തവണയാണ് സുരേഷ് ബാബു ജില്ലാ സെക്രട്ടറിയാകുന്നത്. ജില്ലാ കമ്മിറ്റിയിൽ 7 പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തി. ടി നന്ദഗോപാൽ ചേരുന്നുണ്ട്. നന്ദഗോപാൽ, ആരൊക്കെയാണ് പുതുതായി ജില്ലാ കമ്മിറ്റിയിലേക്ക് എത്തിയിരിക്കുന്നത്? ആരൊക്കെയാണ് മാറ്റിയത്? വിവരങ്ങൾ. ധന്യ, CPM-ന്റെ സംസ്ഥാന ജില്ലാ സമ്മേളനം നടപടികളൊക്കെ തന്നെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ജില്ലാ സെക്രട്ടറിയെ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാം തവണയും EN സുരേഷ് ബാബു തന്നെ ജില്ലാ സെക്രട്ടറിയായി തുടരുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ 7 പുതുമുഖങ്ങളെയും ജില്ലാ കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. R ജയദേവൻ, N സരിത, CP പ്രമോദ, NB സുഭാഷ്, TK അച്യുതൻ, T കണ്ണൻ, ഗോപാലകൃഷ്ണൻ എന്നിവരാണ് പുതുതായി കമ്മിറ്റിയിൽ ചേർന്നിട്ടുള്ളത്. അങ്ങനെ ആ നടപടികളൊക്കെ തന്നെ പൂർത്തിയായിട്ടുണ്ട്. അതിനുശേഷം അല്പസമയത്തിനകം തന്നെ ജില്ലാ സെക്രട്ടറി, രണ്ടാം തവണയും ജില്ലാ സെക്രട്ടറിയായ EN സുരേഷ് ബാബു മാധ്യമങ്ങളെ കാണുകയും ചെയ്യും. ജില്ലാ സമ്മേളനത്തിലുണ്ടായ നടപടിക്രമങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്യും. ഏതായാലും പലതരത്തിലുള്ള വിമർശനങ്ങൾ ഇത്തവണ ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും നിരവധി പ്രശ്നങ്ങൾ പാലക്കാട് ജില്ലയിൽ പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായിരുന്നു കൊഴിഞ്ഞാമ്പാറയിലെ വിഭാഗീയത. ഒപ്പം തന്നെ PK ശശിക്കെതിരായ നേതാക്കളുടെ ആക്ഷേപം, ഒപ്പം തന്നെ NN കൃഷ്ണദാസിന്റെ വിമർശനങ്ങളൊക്കെ ചർച്ചയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇതിലെല്ലാം തന്നെ മറുപടി പ്രസംഗത്തിൽ സംസ്ഥാന സെക്രട്ടറി വിശദീകരണം നൽകുകയും ചെയ്തിട്ടുണ്ട്. കൊഴിഞ്ഞാമ്പാറയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ബ്രൂവറിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിമർശനങ്ങളിൽ മദ്യക്കമ്പനിയുമായി മുന്നോട്ട് പോകും, വികസനത്തെ എതിർക്കേണ്ടതില്ല എന്നുള്ളതും MV ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ നടപടികളും പൂർത്തിയായിട്ടുണ്ട്. ഇന്ന് വൈകിട്ടോടു കൂടിയാണ് സമാപന സമ്മേളനം നടക്കുക. അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തുമെന്നുള്ളതായിരുന്നു നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ മറിച്ച് അദ്ദേഹം തിരുവനന്തപുരത്ത് നിയമസഭയിലായതുകൊണ്ട് തന്നെ അദ്ദേഹം എത്താനുള്ള സാധ്യതയും കുറവാണ്. ഏതായാലും മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയായി വൈകിട്ട് ജില്ലാ സമ്മേളനം സമാപിക്കും. ശരി, നന്ദഗോപാൽ.